വി.ഡി. സതീശന് ആര് മണികെട്ടും? പൂച്ചയ്ക്കാര് മണി കിട്ടും എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉയരുന്ന ഒരു ചോദ്യം. വി.ഡി. സതീശന് ആര് മണി കിട്ടും? അതായത് വി.ഡി. സതീശനെ ആരാണ് നിയന്ത്രിക്കാൻ തക്കവിധം ശേഷിയുള്ളയാൾ? എന്താണ് ഇത്തരമൊരു സാഹചര്യം രൂപപ്പെടാനുള്ള കാരണം? മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയുണ്ടാകാൻ പാടില്ല എന്ന് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന് പ്രധാനമായും കാരണം 3 പ്രധാന നേതാക്കൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല മത്സര രംഗത്തുണ്ട്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുണ്ട്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സര രംഗത്തുണ്ട്. അത്തരമൊരു ചർച്ച തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവർത്തകരുടെ മനോവീര്യം തകരുമെന്നും കോൺഗ്രസിന്റെ പഴയ ഗ്രൂപ്പുകളിലേക്ക് ചക്കളത്തി പോരാട്ടത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും സാക്ഷ്യം വഹിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഹൈക്കമാൻഡ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചതും അത്തരമൊരു ചർച്ചയ്ക്ക് വഴി തുറക്കാതെ ഈ നേതാക്കന്മാരെയും അവരുടെ പിണിയാളുകളെയും നിയന്ത്രിച്ചു നിർത്തിയത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി സകല സീമകളും സകല അതിർത്തികളും ലംഘിച്ചുകൊണ്ട് വി.ഡി. സതീശൻ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യമല്ല പരസ്യമെന്ന് അടിവരയിട്ട് പറയേണ്ടത്, മറിച്ച് അദ്ദേഹത്തിന്റെ ചില പാവകൾ കളത്തിലിറങ്ങി കളിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളം DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് ഉള്ള ഒരാളായിരിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന്. ഇതാര് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്? തീർച്ചയായും വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണ്. വി.ഡി. സതീശന്റെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് മുഹമ്മദ് ഷിയാസ്. ഇത്തരം ഒരു പരസ്യ ചർച്ചയ്ക്ക് വഴിവെച്ചതോടുകൂടി കേരളത്തിലെ ഈ മറ്റ് 3 നേതാക്കളും കളത്തിന് പുറത്ത് രഹസ്യമായി പതുങ്ങി നിൽക്കുന്ന KC വേണുഗോപാലും ചരടുവലികൾ തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഈ വിവരം ആദ്യമായി ഒരുപക്ഷെ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത് i2i ന്യൂസ് ആയിരിക്കും. തെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു, വോട്ട് പെട്ടിയിലായി, ഇനി കോൺഗ്രസിൽ കൂട്ടയടി എന്നുള്ള ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞങ്ങൾ അതിന് കൃത്യമായി എന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇവർ കൂട്ടയടിയടിക്കും. കാരണം ഈ 3 പേരും നേരത്തെ കോൺഗ്രസിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് വീതം വെച്ചിരുന്നുവെങ്കിൽ കെ കരുണാകരന്റെ കാലത്ത് I ഗ്രൂപ്പ് സജീവമായിരുന്നു. അന്ന് AK ആന്റണി A ഗ്രൂപ്പുമായി രംഗത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും ആന്റണിക്കൊപ്പം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയും G കാർത്തികേയനും ഷാനവാസും അടങ്ങുന്ന തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് അടി ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥാനം നേടിയതെങ്കിൽ ഇപ്പോൾ ആ സാഹചര്യം കേരളത്തിൽ നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നേതാക്കൾ തന്നെ ഇറങ്ങിക്കളിക്കുകയാണ്, നേരിട്ടിറങ്ങിക്കളിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് സതീശൻ ഈ മുഹമ്മദ് ഷിയാസിനെ പോലെ ഉള്ളവരെ ഉപയോഗിച്ചുകൊണ്ട്, തന്റെ വിശ്വസ്തരെ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിലപേശുകയാണ്. MLA-മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരം ഒരു പരസ്യ ചർച്ച കോൺഗ്രസിൽ ഉണ്ടായതോടുകൂടി പലരും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ മുന്നിട്ടിറങ്ങേണ്ടി വന്നു. അതിനുദാഹരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, MLA അല്ലാത്ത ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായി കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടോ? KC വേണുഗോപാലിനെ ഉദ്ദേശിച്ചാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചത്. അതിന് സണ്ണി ജോസഫ് നൽകിയ മറുപടി, സാധ്യത ഉണ്ട്. അതിനെന്താണ് പ്രശ്നം? MLA അല്ലാത്ത ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ചരിത്രമുണ്ടല്ലോ. അത്തരത്തിൽ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായാൽ എന്താണ് പ്രശ്നം എന്ന് സണ്ണി ജോസഫ് ചോദിച്ചത് KC വേണുഗോപാലിനെ ലക്ഷ്യമിട്ടാണ്. അത്തരത്തിൽ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് സണ്ണി ജോസഫ് രംഗത്ത് വരുമ്പോൾ രമേശ് ചെന്നിത്തല മൗനം പാലിക്കുകയാണ്. കാരണം സീനിയോറിറ്റി വെച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിനാണ് സാധ്യത ഏറെ എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഈ ഒരു തർക്കത്തിൽ തൽക്കാലത്തേക്ക് മൗനം പാലിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ അണികൾ സജീവമാണ്, ചരടുവലികൾ സജീവമാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള വിലക്കുകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഇത്തരത്തിൽ മുഹമ്മദ് ഷിയാസുമാരെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമാക്കി മുഖ്യമന്ത്രി സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കോൺഗ്രസിന് മുൻഗണന ലഭിച്ചെങ്കിൽ, UDF-ന് മുൻഗണന ലഭിച്ചുവെങ്കിൽ, ഭൂരിപക്ഷം ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും വി.ഡി. സതീശൻ അവിടെ പരവൂരിൽ ജയിക്കുന്നുവെങ്കിൽ
അദ്ദേഹത്തിന് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് സ്വയം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആരംഭിച്ച ചരടുവലി അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി വി ഡി സതീശൻ നടത്തിയിരിക്കുകയാണ്, രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമികളെ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പിണിയാളികളെ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെ ഉപയോഗിച്ചുകൊണ്ട് അത്തരമൊരു പരസ്യ ചർച്ചയ്ക്ക് വി ഡി സതീശൻ തയ്യാറായിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പരവൂരാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതേപോലെ തന്നെ ഹരിപ്പാടാണ്, ആലപ്പുഴ ജില്ലയിലാണ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, സണ്ണി ജോസഫിൻ്റെ മണ്ഡലം കണ്ണൂർ പേരാവൂരാണ്. അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് മുഹമ്മദ് ഷിയാസ് പറയുന്നത് ആരെ ലക്ഷ്യമിട്ടാണ്? തീർച്ചയായും വി ഡി സതീശനെ ലക്ഷ്യമിട്ട് തന്നെയാണ്. മുഹമ്മദ് ഷിയാസിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, വി ഡി സതീശൻ തന്നെയാണ്. അത്തരത്തിൽ എല്ലാവരെയും ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇത്തരത്തിൽ MLA-മാരാകാൻ സാധ്യതയുള്ളവരെ ചാക്കിട്ട് പിടിക്കാനും പാർട്ടിക്കകത്ത് തന്നെ തനിക്ക് അനുകൂലമായി ഒരു നിലപാട് രൂപീകരിക്കാനുമാണ് ഇത്തരത്തിലുള്ള ഷിയാസുമാരെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. വി ഡി സതീശനെ തീർച്ചയായും പൂച്ചയ്ക്കാർ മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ വി ഡി സതീശനെ മണികെട്ടാൻ പേടിയായാണ്, ഭയപ്പെട്ടു നിൽക്കുകയാണ്. ആ ഭയം മാറിയേ പറ്റുകയുള്ളൂ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, വലിയൊരു ജനാധിപത്യ സംവിധാനമാണ് കോൺഗ്രസ്. അവിടെ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സതീശന്റെ ഈ നീക്കത്തെ കോൺഗ്രസ് പ്രവർത്തകർ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.